നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു നാൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ തലപ്പത്തെത്തിയ ആളല്ല CJ റോയ്. അസാധാരണമായ പ്രതിസന്ധികൾ പലത് മറികടന്നാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ CJ റോയ് ഇപ്പോൾ കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. ഒറ്റ രൂപ ബാങ്ക് കടമില്ലാത്ത വ്യവസായി, അസാധാരണ ധൈര്യത്തോടെ കൂളായി മുന്നോട്ട് പോയയാൾ, ഇപ്പോഴത്തെ ആദായ നികുതി റെയ്ഡിനേക്കാൾ വലിയ പ്രതിസന്ധികൾ മറികടന്ന ബിസിനസ്സുകാരൻ. അങ്ങനെ ഒരാൾ മാസങ്ങളായി തൻ്റെ ഓഫീസുകളിൽ തുടരുന്ന റെയ്ഡിനെ തുടർന്ന് പൊടുന്നനെ ജീവനൊടുക്കിയെന്ന വാർത്ത അത്ഭുതത്തോടെയാണ് ആളുകൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് CJ റോയ് എന്ന മനുഷ്യനെ അടുത്തറിയുന്നവർ. ആത്മഹത്യ വിശ്വസിക്കുന്നില്ല. പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്നു തന്നെയാണ്. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് പുറത്തു വരട്ടെ. മാസങ്ങളായി ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും പിടിക്കപ്പെട്ടാൽ അപകടകരമാകും എന്നുള്ള ഏതെങ്കിലും ഒരു രേഖ സ്വന്തം ഓഫീസിൽ വെക്കാനുള്ള സാധ്യത തന്നെ ഇല്ല. അത് ഏതൊരാളും അങ്ങനെ തന്നെയാവും ചെയ്യുക. അപ്പോൾ എന്താവും പൊടുന്നനെ അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദമുണ്ടായത്? ഇനി അങ്ങനെ ഏതു മനുഷ്യനും മാനസിക സമ്മർദ്ദം ഉണ്ടാവാം, ഒരു നിമിഷത്ത് മനസ്സ് പാളിപ്പോവാം. അങ്ങനെ ഒന്നും ഉണ്ടായതാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ്. വീട്ടുകാർ തന്നെ ഔദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയുന്നു. എന്തായാലും ആ വഴിക്കൊക്കെ അന്വേഷണം നടക്കുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ഞെട്ടലോട് കൂടിയാണ് ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാവരും ഈ വാർത്ത കേട്ടത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായി, സാധാരണ ഈ കലാകാരന്മാരും മറ്റ് മേഖലയിലൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് പ്രശസ്തരാണെങ്കിൽ പോലും പ്രശസ്തരുടെ നിന്ന് ആത്മഹത്യ ഉണ്ടാകുന്നത്. ഈ വ്യവസായ മേഖലയിലെ ആളുകളൊക്കെ പലപ്പോഴും ഏത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ മറികടക്കാനൊക്കെ അസാമാന്യമായ ഒരു മാനസിക ധൈര്യമുള്ള ആളുകളൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകളാണ് വ്യവസായത്തിൽ വലിയ വിജയമൊക്കെ നേടുന്നത്. അങ്ങനെ വിജയം നേടിയ ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് പെടുന്നതിനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്കിത് ഭയങ്കര ദുഃഖമായി വാർത്ത കേട്ടിരുന്നു. ഭയങ്കര വിഷമമുണ്ട്. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനെയാണ്. ഒരു കടവ് അയാൾക്കില്ല, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അയാൾക്കില്ല. പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വന്ന ഞെട്ടൽ അയാളങ്ങ് ഒരു നിമിഷത്തിനുള്ളിൽ അതിലങ്ങ് പ്രതിരോധിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കർണാടക ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം, ശക്തമായ ഒരു അന്വേഷണം നടത്തണം. എന്താ സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഫാദർ സാമുവലാണ്, കോഴിക്കോട് നിന്നാണ്. ഫാദർ സാമുവൽ, സാധാരണഗതിയിൽ മനസ്സിന് ധൈര്യം വിട്ടുപോകുന്ന ഒരു മനുഷ്യനല്ല റോയ്. അദ്ദേഹം വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുകയും ആ പ്രതിസന്ധികളൊക്കെ മറികടന്ന് സ്വന്തം വ്യവസായ സ്ഥാപനം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാക്കി ഉയർത്തുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. 57 വയസ്സ് മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് കിട്ടിയത്, അതാദ്യം പറയട്ടെ. ശരി. പിന്നെ ഈ റോയിയുടെ ആത്മഹത്യയിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. അതോടൊപ്പം ആ കുടുംബത്തിന് എന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഒരു വ്യവസായി, മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യവസായി, പല നല്ല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ മനസ്സ് പതറിപ്പോയോ എന്നെനിക്കൊരു സംശയം. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. എന്താ പ്രതിസന്ധി നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ആ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു. ഇതിന്റെ കാര്യകാരണങ്ങളൊക്കെ ഇനി അന്വേഷിച്ചത് മാത്രമേ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ തക്കവണ്ണം ഞാനിപ്പം ശക്തനല്ല. കാരണം ഇതൊക്കെ ഈ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അവസ്ഥ നമുക്ക് ആർക്കും പറയുവാൻ തക്കവണ്ണം സാധ്യമല്ലല്ലോ. അത് ഒരു നിമിഷത്തിൽ പതറിപ്പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചതാകാം ഈ ദാരുണ അന്ത്യം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പലരും ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. റോയിയെ നേരിട്ടറിയുന്ന ആളുകളൊക്കെയും ആവർത്തിച്ചു പറയുന്നത്
അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ റെയ്ഡിൽ പതറിപ്പോകുന്ന ഒരാളല്ല. അസാമാന്യമായ ധൈര്യവും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനുള്ള ശേഷിയും കൂളായി ഏത് വിഷയത്തെ എടുക്കാനൊക്കെ കഴിയുന്ന ഒരാളാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു IT റെയ്ഡും കൊണ്ടൊക്കെ പുള്ളി ആത്മഹത്യ ചെയ്യും. എനിക്കറിയില്ല വേറെ എന്തെങ്കിലും പ്രശ്നം കാണും ഇതിനകത്ത്. ഇതിനു മുമ്പ് ആ വയനാട്ടിൽ വമ്പം കോടീശ്വരനിലെ കെട്ടിടത്തിന് പുള്ളി ചാടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ മുത്തൂറ്റിലെ ആള്, അതൊക്കെ IT റെയ്ഡ് കൊണ്ടാണോ? ഇത് വേറെ എന്തെങ്കിലും പ്രശ്നം കാണും, അത് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റി ആൾ മറ്റേ ചുമ്മാ ഒരു ഇൻകം ടാക്സ് ഒന്ന് കുറച്ച് ആത്മഹത്യ ചെയ്യും. വേണ്ട കരുതി കൂട്ടിക്കൊണ്ട് വന്നതാണോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും പുറകെ എന്തെങ്കിലും കാണും. അല്ലാണ്ട് ഒരു റെയ്ഡൊക്കെ ദൂരെ സ്ഥലത്ത് നടക്കും. അതൊക്കെ ആത്മഹത്യ എന്നൊക്കെ ഇങ്ങോട്ട് ഈ ലോകത്ത് ആരെങ്കിലും കാണും? ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അത് കുടിച്ചു നിൽക്കാൻ നോക്കണം. ഇതിപ്പോ അതിന് ടാക്സ് കിട്ടിപ്പോ നടത്തുന്നതിന് പൈസ കളിച്ച കേസ് വരില്ലേ? അല്ല, റെയ്ഡിനകത്ത് ഇപ്പോൾ അങ്ങനെ ഒരു റെയ്ഡ് നടത്തിയാലും ആ റെയ്ഡിനൊക്കെ നേരിടാനുള്ള സാമ്പത്തിക ബലമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അങ്ങനെ അതും ആദായ നിധിയുടെ റെയ്ഡ് ആയാൽ കൂടിയാൽ അതിന്റെ പണം അടയ്ക്കണം എന്നുള്ളതിനപ്പുറത്തേക്കൊക്കെ കേസുണ്ടായാൽ പോലും അതിനെ നേരിടാനൊക്കെ വ്യവസായികളൊക്കെ നേരിടും. അത് തന്നെ പൈസ തിരിച്ചെടുക്കാനുള്ള കേസുള്ള ഇത് ആരും പോലെ കേസൊന്നുമില്ല. ഇത് എന്താ സംഭവം നോക്കി ഒരുപാടുമില്ല. അകത്ത് പേര് പുള്ളി പോയി ഇവര് പറഞ്ഞു വളരെ മാന്യമായിട്ട് വ്യക്തമാണ്. ശ്രീ പ്രദീപ്, ശ്രീമതി രഹനയാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീമതി രഹന, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ ധൈര്യമൊക്കെയുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകളൊക്കെ പലപ്പോഴും ആത്മഹത്യ നിരക്ക്, പക്ഷേ ഈ വൻപിച്ച വിജയം നേടിയ വ്യവസായികളുടെ കണക്കെടുത്ത് നോക്കിയാൽ അത്യപൂർവം ആളുകൾ മാത്രമാണ് അങ്ങനെ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതിൽ സംശയങ്ങൾ കുടുംബക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണോ എന്നുള്ള അന്വേഷണമൊക്കെ നടക്കണം എന്ന് പറയുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനൊരു വീട്ടമ്മയാണ്. പക്ഷെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും ഇത് താങ്ങാൻ കഴിയാത്തൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്രയും വലിയൊരാള്, ഈ മനുഷ്യന് എന്ത് റെയ്ഡ് വന്നാലും താങ്ങാനും അതുപോലെ അതിനുള്ള എല്ലാ പിന്തുണ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തിനു വേണ്ടി ഇത് ചെയ്തു? സ്വയം ഒരിക്കലും ചെയ്യുവോ? ഞങ്ങളെപ്പോലുള്ള പലരുടെയും ചോദ്യം ഇതാണ്. അക്കാര്യത്തിൽ പ്രാഥമികമായ നിഗമനം ആത്മഹത്യ എന്നാണ്. അതിൻ്റെ ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി ആത്മഹത്യ അല്ല എന്ന് പറയാനോ ആത്മഹത്യ ആണോ എന്ന് പറയാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലില്ല. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശരത്താണ് ബാലരാമപുരത്ത് തോന്നുന്നു. ശ്രീ ശരത്തിന് എന്ത് തോന്നുന്നു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ? ഈ വാർത്തയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മള് കുറച്ചു നാളായില്ലേ സംസാരിച്ചിട്ട്. ശരിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കേരളത്തിനകത്ത് ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസിനസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിസിനസ് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഇങ്ങനെ റെയ്ഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ടെൻഷൻ ഉണ്ടാവും. ഒരു ബിസിനസ് കൊണ്ടുപോകുമ്പോൾ നമ്മളും ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യന് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഈ റെയ്ഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിസിനസ്സാണ് കേരളത്തിനകത്ത് വിജയിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ബിസിനസ് ഒരിക്കലും വിജയിക്കാത്തത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയെ കാണുന്നത്? നമസ്കാരം സാർ. നല്ല സ്വഭാവമുള്ള സാർ. ഈ പണം ഉള്ളത് ഇല്ലാത്തവർ എല്ലാവരും ഒന്നുപോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് പണമുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല. നല്ലൊരു സ്വഭാവമുള്ള ആളാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് പ്രദീപാണ്, ക്ഷമിക്കണം, പ്രദീപ് അല്ല ഇടുക്കിയിൽ നിന്നും. നമുക്ക് ഹാഷിമാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ഹാഷിം, താങ്കൾ എങ്ങനെയാണ് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ അറിയില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു സാർ, ഇവരുടെ ഇപ്പോൾ ഒരു വലിയ ഓഫീസിൽ ഒരു വലിയ മുതലാളി, അയാളുടേതായ ഒരു ലോകത്ത് ആ ഒരു ഓഫീസിലൊക്കെ വലിയ ഒരു എന്താ പറയുന്ന ഒരു സിംഹത്തെ പോലെ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ഇടത്തേക്ക് കുറച്ച് ആളുകൾ വന്ന് കയറി കഴിഞ്ഞാൽ അവരുടെ മുമ്പിലായ അദ്ദേഹം ഇതുവരെ കൈകാര്യം ചെയ്തിരുന്ന, അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്ന സ്റ്റാഫിന്റെ മുമ്പിൽ ഒന്ന് കൈ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ അവർ ശ്രമിച്ചാൽ പോലും ഈ ചെല്ലുന്നവർ അതിന് തയ്യാറാവില്ല. അവരുടനെ നിങ്ങളുടെ മൊബൈൽ ഫോണിങ് എടുക്കൂ എന്ന് പറഞ്ഞ് അത് മേടിക്കുകയുള്ളൂ. ഒരു സൗഹാർദ്ദപരമായ സമീപനത്തോടു കൂടിയല്ല ഈ റെയ്ഡിന് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത്.
അവർക്ക് ഇവരോട് അസൂയയോ അല്ലെങ്കിൽ ഇവരും ഒരു പുറത്തിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാര് ടിവിയിലും മറ്റും ഇവരെ കാണുകയും ഇവരെ അസൂയോടെ നോക്കിക്കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഇവരുടെ അധികാരം കാണിക്കാനുള്ള നീയൊന്നും എന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് കൂടുതലും ഇത്തരം ആളുകൾ. ഇതൊക്കെ നമ്മുടെ പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര് ഇത്തരം രീതികൾ മാറ്റണം. മനുഷ്യരെന്ന് പറയുന്നത് അവർ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കണം, അതിന് ശിക്ഷിക്കണം എന്നുള്ളതല്ലാതെ അവരെ ഹരാസ് ചെയ്തുകൊണ്ട് അവരെ നീ വെറും ഒന്നുമല്ല, നീയൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഇത്തരം ആത്മഹത്യകളൊക്കെ മനുഷ്യനെ തള്ളിവിടുന്നത്. എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ടി വി രംഗത്തൊക്കെ ആദ്യമായിട്ട് വലിയ വമ്പൻ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വന്ന ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച മനുഷ്യനുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോയി ഇത്രയും വലുതായ ഒരാളുകൾ ഈ ചെറുപ്രായത്തിൽ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഇവര് തന്നെയാണ്. ഇതിന് പോയ ഉദ്യോഗസ്ഥർ, ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിനെ ഒന്നും അടച്ചാക്ഷേപിക്കുന്നില്ല. അതൊക്കെ ആവശ്യമാണ്. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി, നാടിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി സംരക്ഷിച്ചു പോകുന്നതിന് അത്തരം ആളുകളൊക്കെ വേണം, അത്തരം ഉദ്യോഗസ്ഥങ്ങൾ, അത്തരം ഡിപ്പാർട്ട്മെന്റുകൾ വേണം. പക്ഷെ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം. ഇങ്ങനെ ആളുകൾ ഇതൊക്കെ നിങ്ങൾ കണ്ടെടുത്തോളൂ, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ, നിങ്ങൾ അവർക്ക് നടത്തിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ചോളൂ. അവരെ പക്ഷെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നീക്കങ്ങൾ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത്തരം ഒരു താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. പലപ്പോഴും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തേണ്ടതൊക്കെ അനിവാര്യമാണ്. പല ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്കൊക്കെ വരുമ്പോൾ ഈ പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങളിലുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയൊക്കെ എന്തോ അടിമ ഉടമ സ്വഭാവത്തിലൊക്കെ പെരുമാറുന്ന രീതിയും, ഞങ്ങളെന്തോ ബഹുമാനിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പലതും ചെയ്തു കളയും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ പലരുമുണ്ട്. അതുപോലെ നമുക്ക് പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെ പലരുടെയും രീതി ഇപ്പോഴും പഴയ കാലത്തെ രീതിയൊക്കെ മാറാത്ത ആളുകൾ നിരവധിയുണ്ട്. ശ്രീ നാരായണൻ നായരാണ്, ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അസാമാന്യ ധൈര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം സ്ഥാപനത്തെ വളർച്ചയിലേക്ക് നയിച്ച ഒരാൾ, അങ്ങനെ ഒരാളുടെ സ്ഥാപനത്തിൽ റെയ്ഡ് കുറേ കാലമായി നടക്കുന്നു. പെട്ടെന്നൊരു ദിവസം മുന്നേ റെയ്ഡ് നടക്കുന്ന ദിവസം മാനസിക സമ്മർദ്ദമുണ്ടായി അദ്ദേഹം സ്വയം ജീവനൊടുക്കി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ദുരൂഹത, ചില സംശയങ്ങൾ എല്ലായിടത്തും ഉയരുന്നില്ലേ? നമസ്കാരം കിരൺ സാർ. നമസ്കാരം സാറേ, എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിപ്പോയി. എത്രയും 56 വയസ്സുള്ള ഈ ബിസിനസിന്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും, ബിസിനസ് ലോകത്തിനും നമുക്ക് എല്ലാവർക്കും അതൊരു നഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ സാറേ, ഇതിന്റെ കാരണം ഇപ്പൊ എന്താണ്? ഇത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അദ്ദേഹത്തെ ഒരിക്കൽ പോലും നമുക്കാർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അതിനെയൊക്കെ കവർ ചെയ്യാനുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കഴിവുള്ള ഒരു മനുഷ്യൻ, 56 വയസ്സെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉള്ള ഒരു സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്തു എന്നതിപ്പോഴും അജ്ഞാതമല്ലേ സാറേ? നമുക്ക് ഉദ്യോഗസ്ഥരെ കുറ്റം പറയാം, ശരിയായിരിക്കാം. ഉദ്യോഗസ്ഥര് ഇതിനേക്കാളും എത്ര നമ്മുടെ രാഹുൽ ഗാന്ധിയെ, നമ്മുടെ ചിദംബരത്തിനെ, എത്ര വലിയ അഡാനിയെ, അംബാനിയെ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല സാറേ. പക്ഷെ എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പൊ നമ്മൾ ആരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും ഒരർത്ഥവുമില്ല. പോകേണ്ട ആള് പോയി. പക്ഷെ ഒരിക്കലും റോയ് സാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആർക്കും. ശരി, നാരായണൻ നായരാണ് ഡൽഹിയിൽ നിന്നും പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ജോസഫാണ്, ബംഗളൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്, ഞെട്ടലോടുകൂടിയാണ് കേരളം ഈ വാർത്ത കേട്ടത്. സാധാരണ ഇങ്ങനെ വലിയ വിജയം നേടിയ വ്യവസായികളൊന്നും ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അത്യപൂർവമാണ്. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിനിടയിൽ 2-3 പേരിനപ്പുറം അങ്ങനെ വലിയ വ്യവസായികളിൽ നിന്ന് ആത്മഹത്യ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്നു, അതും ഒരു മലയാളികൾക്ക് ഏറെ പരിചിതനായ ഒരു മനുഷ്യൻ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എനിക്കും അദ്ദേഹത്തിന്റെ മരണത്തിൽ വേദനയുണ്ട്. പക്ഷേ എങ്കില് ഈ റോയിയെ പറ്റി നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു വ്യവസായി എന്നതിൽ കൂടുതലായിട്ട് അദ്ദേഹം സ്വയം ഈ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അപ്പപ്പോ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. 36 വയസ്സിൽ സ്വന്തമായിട്ട് പ്ലെയിൻ മേടിച്ച ആദ്യത്തെ മലയാളി ഞാനാണെന്ന് പറയുന്നു. അങ്ങനെ ബെന്റ്ലിയും റോൾസ് റോയ്സും ആയുള്ള കാറുകൾ സമാഹരിച്ചു കൂട്ടുന്നു. അങ്ങനെ സ്വയം അത്യുന്നതങ്ങളിലേക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്യാണ് അദ്ദേഹം സ്വയം. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ഒരു പെട്ടെന്നൊരു വീഴ്ച
സംഭവിക്കുന്ന ഒരു സാഹചര്യം, ഒരു അറസ്റ്റ് ഉദാഹരണത്തിന് അദ്ദേഹം ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതെന്താ സംഭവിക്കുന്ന, ആ അറസ്റ്റ് വെച്ച് കയ്യാമം വെച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ നടത്തിപ്പുള്ളിൽ പോകുന്നു. അത് ലോകം മുഴുവൻ ഘോഷിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ വരുന്നു, ഫേസ്ബുക്കിൽ വരുന്നു, പത്രമാധ്യമങ്ങളിൽ വരുന്നു. ഇതൊക്കെ പെട്ടെന്നുള്ള ചിന്തയിൽ ഉണ്ടായ ഒരു തീരുമാനമാണ്, ഒരു നൈമാനുഷിക തീരുമാനമാണ്. അത് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രേംജി, അതായത് ഇപ്പോൾ അംബാസിഡർ കാറിലാണ് യാത്ര ചെയ്യുന്നത്. അതായത് നാരായണമൂർത്തിയുടെ ഭാര്യ, അവര് രാജ്യസഭ MP ആണ്. അവര് കഴുത്തിൽ ഒരു നിസാരമായ വിലയുള്ള ഒരു മാല അവർ ഉപയോഗിക്കുന്നത്. സാധാരണ സാരിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ധനാഢ്യന്മാരെ നമ്മൾ പലരും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ധനാഢ്യനാണ് റോയ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ അഭിമാനത്തിന് ക്ഷത വെക്കുന്നത്. നമ്മൾ തന്നെ സ്വയം ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു മലയുടെ മണ്ടയിൽ നമ്മൾ പെട്ടെന്ന് താഴേക്ക് പോകുന്നതായിട്ട് തോന്നൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലെത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിജു ആണ്, അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കുടുംബം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഇതിൽ അന്വേഷണം വേണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നു. എന്തായാലും മലയാളിയായ ഒരു വ്യവസായിക്ക് ദുരൂഹ സാഹചര്യത്തിൽ മരണം ഉണ്ടായിരിക്കുന്നു. അതിൽ അന്വേഷണത്തിലൂടെ മാത്രമാണ് അത് എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകേണ്ടത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ യഥാർത്ഥത്തിൽ ഈ അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ കേരളത്തിൽ നിന്നായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കി അദ്ദേഹത്തിന്റെ ഉയർച്ചകൾ അദ്ദേഹം തന്നെ സ്വാധീനം ചെലുത്തി മുന്നോട്ട് പോകുന്ന ഒരു യാത്രയിലായിരുന്നു അദ്ദേഹം. പക്ഷെ പല നന്മകളും ആരും അറിയാതെ നന്മകൾ ചെയ്ത ഒരു വ്യക്തി, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യങ്ങൾ വന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് അവിടെ റെയ്ഡ് ചെയ്യണോ ചെയ്യണ്ടെന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് അതിൽ നല്ല അതിജീവിക്കാമായിരുന്നു. കാരണം അതിനുള്ള ശേഷിയുണ്ട്, അതിനുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒരു വിഷമ സങ്കീർണതയിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യം. കാരണം നമ്മുടെ ചാനലുകളായാലും നിങ്ങളെ പോലുള്ളതൊക്കെ ശുദ്ധ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ചാനലൊക്കെയാണ്. അതൊക്കെ നമ്മൾ എന്നും ശ്രമിക്കാറുണ്ട്, കാണാറുണ്ടെങ്കിൽ പോലും നമുക്ക് പക്ഷേ ഇദ്ദേഹത്തിന്റെ മരണം അതീവ വിഷമവും ഒരുപാട് ദുഃഖവുമാണ്. കാരണം നമ്മുടെ കേരളത്തെ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കുറെയൊക്കെ അതിജീവിക്കാനും ഒക്കെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നൊക്കെ നമുക്ക് പ്രചോദനം കിട്ടി. പക്ഷെ എങ്കിലും അത് നമുക്ക് കണ്ടെത്തണം എന്താണെന്നുള്ളത്, എന്താണ് പുള്ളി ചെയ്യാനുള്ള ഒരു മോട്ടീവ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വിസ്തീർണം ഒന്ന് അറിയുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടൂ. അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ ഞാനും അതിയായി ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിജു ആണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ അപ്രതീക്ഷിതമായ വാർത്തയെ വിലയിരുത്തുന്നത്? ജോയിയുടെ മരണം അത് വ്യാവസായിക വ്യാപാര ബിസിനസ് മേഖലയിലുള്ള ആളുകളെ മാത്രമല്ല സാധാരണക്കാരനെ പോലും ഞെട്ടിച്ച അത്ഭുതപ്പെടുത്തിയ ഒരു മരണമാണ്. ഇത് എങ്ങനെ ഉണ്ടായി എന്ന് അറിയേണ്ടത് നിർബന്ധമാണ്. അത് കുടുംബം ആവശ്യപ്പെടുന്നു ന്യായമായ കാര്യമാണ്. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്ന് മാത്രമല്ല അതിന് പേരിട്ടിരിക്കുന്നത് പോലും കോൺഫിഡൻസ്, അല്ലെ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസവും ധൈര്യം എന്നാണ്. ആ ധൈര്യം എവിടെ നിന്ന് ചോർന്നു പോയി? അത് ചോർന്നു പോകാനുള്ള കാരണം എന്താണ്? മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ തന്നെ നമ്മുടെ കലാകായിക രംഗത്തൊക്കെ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കലാകാരന്മാരെയും കലയെയും വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു റോയ്. അപ്പൊ ആ റോയിയുടെ വേർപാട് നമുക്കൊക്കെ വളരെയേറെ സങ്കടം ഉണ്ടാക്കുന്നു. കാരണം ഏഷ്യാനെറ്റിലൊക്കെ നടത്തുന്ന മത്സര പരിപാടികളൊക്കെ മുഖ്യ സ്പോൺസറായി വരുന്നതും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പാണ്. അദ്ദേഹത്തിന്റെ ആ ചിരിച്ചു വരുന്ന ആ ഒരു കടന്നുവരുന്നതൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ
പെട്ടെന്നൊന്നും കഴിയില്ല. അത്രയും നല്ലൊരു ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, വല്ല തെറ്റും അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടതുപോലെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സജിയാണ് എറണാകുളത്ത് നിന്ന്. സജി, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ ഷിജു കിരിയത്ത് പറയുന്നു, ദേ ഷാൽ എൻ്റർ അവർ ഡോർ സ്റ്റെപ്പ് എനി ടൈം അണ്ടിൽ ദെൻ വി വിൽ കീപ് സൈലൻസ് എന്ന് പറയുന്നു. ജയചന്ദ്രൻ MM പറയുന്നു, എന്താ അത് മനസ്സിലാവുന്നില്ല. അണ്ടിൽ എന്താ ക്രിസ്സംഗി എന്ന് പറഞ്ഞ ആൾ എന്തോ എഴുതിയിരുന്നു, അത് പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞു തോന്നുന്നു. റോയിയെ ആർക്കോ വേണ്ടി നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയതാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവവും അറിവും വെച്ച് പറയുന്നു. കോടതി മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് AK കൃഷ്ണൻകുട്ടി പറയുന്നത്. ദിനേശ് VK പറയുന്നു, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുൽ, അത് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. സദാശിവൻ നായർ പറയുന്നു, റോയിയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അദ്ദേഹം സത്യസന്ധനായ ഉത്സാഹിയായ ബിസിനസ്മാനും വിജയിച്ച ആളുമാണ് അഭിപ്രായം. അദ്ദേഹത്തെ തകർക്കാൻ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഇടപെടൽ ആണോ ഈ റെയ്ഡ് എന്നുള്ള സംശയം അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനകത്ത് നിന്ന് പൂട്ടിയത് നന്നായി, അല്ലെങ്കിൽ എന്നൊക്കെ മോഹൻ പറയുന്നു. എന്തോ കാര്യമായ ഭയമുണ്ട്, അതാവുമെന്ന് കൃഷ്ണ ദാസ് പറയുന്നു. എന്തായാലും ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലേന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ളതും അതിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകളൊന്നുമില്ല. അതൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. പക്ഷെ താങ്കളുടെ ഒരു നിഗമനം എന്താണ്? നമസ്കാരം. ഇപ്പൊ ഈ വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ ആകുമ്പോഴത്തേക്കും ED റെയ്ഡും അതുപോലെ തന്നെ ഈ ആദായ വകുപ്പൊക്കെ റെയ്ഡ് നടത്തും. അത് സ്വാഭാവികം, അങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റെയ്ഡില് പേടിച്ചിട്ട് പോയിട്ട് മരിക്കണ ഒരാളൊന്നുമല്ല. എനിക്ക് അധികം നേരിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മരിക്കുന്ന ആളല്ല പുള്ളി. കാരണം പുള്ളി നല്ല ഇതുള്ള ആളാണ്. ഇതിപ്പോ ഇതിന്റെ ഇടയിൽ സംഭവിച്ചേക്കണ എന്താന്നുള്ളതാണ് അന്വേഷണം വേണ്ടത്. ഈ സ്വയം മരിച്ചോ, ഇനി ആരെങ്കിലും വെടിവെച്ചോന്നോ, ഇതൊക്കെ പുറത്തു വരണം. അത് അന്വേഷണം വന്നാലേ ഇതൊക്കെ പുറത്തു വരാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പൊ എന്ന് വെച്ചാൽ ഏത് തട്ടിപ്പുണ്ട്, അതിനകത്ത് സാമ്പത്തികമായിട്ട് എന്ത് തട്ടിപ്പ് നടത്തിയാലും വലിയ ശിക്ഷയില്ല. കാരണം ഫൈൻ അടച്ചാൽ മതി, പൈസ കൊടുത്താൽ മതി. പൈസക്ക് നമ്മൾ ആ ഫൈൻ അടച്ചാൽ മതി. ഇപ്പൊ എന്തെങ്കിലും പിടിച്ചാലും ഫൈൻ അടച്ചാൽ മതി. അതൊക്കെ അറിയാവുന്ന ആളല്ലേ. ഇനി സാമ്പത്തികം പിടിച്ചാലും ക്രമക്കേട് പിടിച്ചാലും ഇതിനകത്ത് എന്ത് നടന്നാലും പൈസ അടച്ചാൽ മതി, പൈസയിൽ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഇതെന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് ഒരു അന്വേഷണം ശരിയായ രീതിയിൽ വരണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഒരുപാട് ജീവിതാനുഭവമൊക്കെ ഉള്ള ആളാണ്, പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള വ്യവസായികൾ, അതും വിജയിച്ച വ്യവസായികൾ, അവരുടെ ഭാഗത്ത് നിന്ന് ആത്മഹത്യ എന്നുള്ള ഒരു വഴി സ്വീകരിക്കാൻ അത്യപൂർവമാണ്. കർണാടകത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമില്ല. ആദ്യം നമ്മൾ കേട്ടിട്ടുള്ളത് കഫേ കോഫിയുടെ സിദ്ധാർത്ഥന്റെ ആത്മഹത്യയും സെഞ്ചുറി പ്ലാസ്റ്റിക്സിന്റെ ആത്മഹത്യയൊക്കെയാണ്. അല്ലാതെ അങ്ങനെ ഒരു മറ്റു മേഖലയിൽ നിന്ന് വരുന്നത് പോലെ കൂടുതൽ വിജയിച്ച വ്യവസായികളിൽ നിന്ന് ആത്മഹത്യാ വാർത്തകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. എന്നാലും കർണാടക എന്ന് പറയുന്ന ഒരു ദുരൂഹത നിറഞ്ഞ സ്ഥലമാണത്. അവിടെ എനിക്കതാണ്, ഞാനൊരു കേരള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവിന്റെ ഏരിയ മാനേജർ ആയിരുന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ കൾച്ചർ എനിക്കറിയാം. അവിടുത്തെ IAS വരുന്നവരും ഈ ഒരു IAS തന്നെ എനിക്കറിയാവുന്നതാ. എന്റെ MD ആയിരുന്നു. അവിടെ അയാൾക്ക് ഒരു രാഷ്ട്രീയക്കാരുമായിട്ട് അയാൾക്ക് കൂടുതൽ, ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അങ്ങനെ പ്രവർത്തിക്കുന്നു. അവിടെ അദ്ദേഹത്തിന്റെ എതിർകക്ഷി വന്ന ഉടനെ ഡൽഹിക്ക് ട്രാൻസ്ഫർ മേടിച്ചെതിരെ പോയതിനു മുമ്പ്, അതല്ല അയാൾക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെന്റ് വന്നാൽ അയാൾ അവിടെ തിരിച്ചു വരും. അതുകൊണ്ട് അവിടെയൊക്കെ വളരെ ദുരൂഹതകൾ നിറഞ്ഞ സ്ഥലങ്ങൾ. അതുകൊണ്ട് കേരളത്തുകാർക്കുള്ള കൾച്ചറും അവിടെ നിന്ന് ഇപ്പൊ ദുബായിൽ എവിടെയെങ്കിലും തുറന്നായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ആസ്ഥാനം ഈ ബാംഗ്ലൂരിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്കിപ്പോ ഒന്നും, ഇറ്റ് ഈസ് ടു പ്രിമച്യൂർ. വളരെ ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ അത് അന്വേഷണം നടന്നാലും ശരിയായ രീതിയിൽ നടക്കുമോ, മലയാളി ആയതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കുമോ, ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് വളരെ ഖേദമുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ പ്രയാസമുണ്ട്. ഇത്രയും
എല്ലാവരുമായിട്ടും വളരെ നല്ലൊരു റാപ്പോർട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമിലും ഇദ്ദേഹം സ്പോൺസർ ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ബി ഗാർഡിനാണെങ്കിലും അവിടെ ഉണ്ട്, പക്ഷെ അത് ഈ റിയൽ എസ്റ്റേറ്റ് മേഖല അല്ലാന്നാണ് ഞാൻ കേട്ടിട്ടില്ല. അവർ ഈ അമ്യൂസ്മെന്റ് പാർക്ക് മാത്രമാണ് മൈസൂർ റോട്ടില്. അവിടെ ഈ അബ്കാരികളും ചില സ്ഥാപിത താല്പര്യങ്ങൾ കൂടുതലുള്ള സ്ഥലം, അവരുടെ കോക്കസിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സംഗതികളൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണ് കർണാടക. കേരളത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. താങ്കൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കായിരിക്കും ഇവിടെ പ്രശ്നങ്ങൾ നടക്കില്ല, ഇവിടെ അതല്ല. അതിന് ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, കുടുംബം പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം അറിയണമെന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളും CPM-ഉം കോൺഗ്രസും ആ തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. മലയാളിയായ ഒരു വ്യവസായിയുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം അറിയേണ്ടത് സ്വാഭാവികമായും നമ്മുടെ ആവശ്യമാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് പറയാനുള്ളത് ഈ ഇൻകം ടാക്സുകാരുടെ പീഡനം തന്നെ. താങ്കൾ ഒന്ന് ഉറക്കെ പറയുമോ? കോൺഗ്രസ് ഇത് പറഞ്ഞ ഇൻകം ടാക്സുകാരുടെ പീഡനം തന്നെ. ഈ ഇൻകം ടാക്സുകാർക്ക് കഴിവുള്ള ബിസിനസ്സുകാരെ കാണുമ്പോൾ ഒരു ക്രിമികളിയുണ്ട് അവർക്ക് അവരേറ്റവും വലിയ ധനവന്മാരാകുമ്പോൾ ഇതെന്താ ഈ ബിസിനസ്സൊക്കെ കൊണ്ടു നടക്കുന്നത്, എന്തെല്ലാം കഷ്ടപ്പാടും എന്തെല്ലാം ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണോ ഇതൊക്കെ 4 കാശുണ്ടാക്കുന്നറിയോ? ഇതൊക്കെ കാണുമ്പോൾ ഇൻകം ടാക്സുകാർക്ക് വലിയൊരു ക്രിമികളിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ മേലു ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് വന്ന പീഡനം കൊണ്ടായിരിക്കും. അല്ലാണ്ട് ഒരു ഫയൽ എടുക്കാൻ പോയ ആള് മുറിയിൽ പോയിട്ട് വെടിവെച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദാനികമായിട്ടുള്ള പീഡനം ഉണ്ടായിരിക്കാനാണ് സാധ്യതയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനൂപാണ് എറണാകുളത്ത് നിന്നും. ശ്രീ അനൂപിലേക്ക് വരുമ്പോൾ മുമ്പ് 2 കമന്റുകൾ കൂടി നമുക്ക് വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. എന്തോ കാര്യമായ ഭയമുണ്ട് അതാവും എന്നൊക്കെയാണ് കൃഷ്ണദാസ് പറയുന്നത്. ഒരു ബാങ്കിനെയും ആശ്രയിക്കാതെ, ബാങ്കുകാരെ പറ്റിക്കാതെ, ജനങ്ങളെ പറ്റിക്കാതെ അദ്ദേഹം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അത് ഒറ്റ നിമിഷം കൊണ്ട് ആരോ തകർത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഏതു റെയ്ഡും മാനസിക സംഘർഷം ഉണ്ടാക്കും. ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഉദ്യോഗസ്ഥന്മാരെ നിജസ്ഥിതി അറിയാതെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ നിജസ്ഥിതി അറിയാതെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉദ്യോഗസ്ഥരാണ് ഇതിൽ കൊന്നോന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മരണത്തിലേക്ക് തള്ളിവിട്ടോന്നോ പറയുന്നില്ല. പക്ഷേ അത്തരം ചില സംശയങ്ങൾ എന്തായാലും ഉണ്ട്. അസാധാരണമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് സ്വന്തം വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് CJ റോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ സ്ഥിരമായി റെയ്ഡ് നടന്നുകൊണ്ടേയിരിക്കുന്നു. റെയ്ഡ് നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ, സ്വന്തം സ്ഥാപനത്തിൽ വന്ന് എന്തായാലും CJ റോയി ആവണമെന്നില്ല, സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ പോലും അടക്കം റെയ്ഡിന് പരിശോധനയ്ക്ക് വരുന്നവർ പിടിക്കാൻ തക്ക ഏതെങ്കിലും രേഖ അവിടെ ഉണ്ടെങ്കിൽ എന്നേ എടുത്തു മാറ്റിയേനെ. പലപ്പോഴും റെയ്ഡുകൾ തന്നെ വേഗത്തിൽ നടത്തേണ്ട ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഇത് എത്രയോ മാസമായി നടക്കുന്ന റെയ്ഡിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും പിടിച്ചു, അതോടുകൂടി ഞാൻ പെട്ടുപോയി എന്നൊന്നും സാമാന്യ ബുദ്ധിക്ക് കരുതാനാവില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ എന്തായാലും അറിയില്ല. എന്തായാലും അത്തരം കമ്പനിയുടെ മറ്റൊരു വത്സലൻ പിള്ളൈ എന്ന് പറഞ്ഞ ഒരാളൊക്കെ എഴുതിയിരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് തീരെ പറ്റാൻ കഴിയാത്ത രീതിയിലേക്കുള്ള, എന്നെക്കുറിച്ച് ഞാൻ തീരെ മോശമാണെന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായത്തെ താങ്കൾക്ക് ഞാൻ മാനിക്കുന്നു. താങ്കൾക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയാം. ലോകം മുഴുവൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത എല്ലാ മലയാളി ബിസിനസ് ഉടമകളും ജാഗ്രതയെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു. സത്യം പുറത്ത് വരട്ടെ, റോയ്ക്ക് പ്രണാമം എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകണം. അനൂപാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ അനൂപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വാർത്ത? സാധാരണമായ ഒരു വാർത്തയാണ് നമ്മൾ അപ്രതീക്ഷിതമായി കേൾക്കേണ്ടി വന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ചാനലുകളിലും കണ്ട് കേരളത്തിലെ എല്ലാ വ്യക്തികളും ശരിക്കും പറഞ്ഞാൽ ഒന്നടങ്കം ഞെട്ടിയിട്ടുണ്ട് ഈ ഒരു ന്യൂസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് പോലുള്ള വലിയൊരു വ്യവസായി ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണമില്ല. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും വിഹിതം ടാക്സുകളായി സമയബന്ധിതമായി ഒരു വ്യവസായികളും, പ്രത്യേകിച്ച് വൻ വ്യവസായികൾ കൊടുക്കാറില്ല. അപ്പൊ അതിന്റെ പേരിൽ വ്യവസായികളെ എപ്പോഴും കാത്തിരിക്കുന്ന ഒന്നാണ് റെയ്ഡ്, ആദായ നികുതി, അതുപോലുള്ള മറ്റു റെയ്ഡുകൾ. അത് നേരത്തെ നമ്മുടെ ഒരു ശ്രോതാവ് പറഞ്ഞതുപോലെ അത് പിടിക്കപ്പെടുമ്പോൾ അതിന്റെ ഫൈന് കെട്ടുക, അല്ലെങ്കിൽ അതുമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം വെച്ച് നോക്കുമ്പം കടുത്ത ശിക്ഷയൊന്നും കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് തരണം ചെയ്ത് പോകണം. ഇതെല്ലാം IT റെയ്ഡ് എന്നൊക്കെ പറയുന്നത് വ്യവസായികളൊക്കെ നിരന്തരം നേരിടേണ്ടി വരുന്ന ഒന്നാണ്. അതൊക്കെ നേരിടാനും അത് പരിഹരിക്കാനും ഒക്കെ അതൊക്കെ അവരുടെ പലരുടെയും വ്യവസായത്തിന്റെ ഭാഗം കൂടിയാണ്. അതൊക്കെ കൈകാര്യം ചെയ്യാനൊന്നും അറിയാൻ കഴിയാത്തവരല്ലല്ലോ ഇവരാരും. അല്ല, അതിപ്പോ ചാനൽ മുതലാളിമാരാണെങ്കിലും ഇതെല്ലാം ഏത് തന്നെയായാലും മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി ഇന്ത്യയിലെ മുതലാളിമാരൊക്കെ അവർക്ക് ഇത്തരം സംവിധാനങ്ങളൊക്കെ നേരിടാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ്.
അതുപോലെ അങ്ങനെ സി ജെ ആത്മഹത്യ റോയി ആയാലും ചെയ്യണമെങ്കില് അദ്ദേഹം റെയ്ഡ് കൊണ്ട് പകച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നമുക്കത് ദഹിക്കാൻ പ്രയാസമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആദ്യം ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തി അറ്റ്ലസ് രാമേന്ദ്രനായിരുന്നു. കാരണം വിദേശ രാജ്യത്ത് പോയി ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ടും അദ്ദേഹം പിടിച്ചു നിന്നു. ആ വയസ്സ് അത്രയും പ്രായം ചെന്നൊരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് കപ്പൽ ജോയി എന്ന് പറയുന്ന മലയാളികൾ അറിയപ്പെടുന്ന ഒരു വൻ വ്യവസായി ആത്മഹത്യ ചെയ്തു. പക്ഷെ ഇവർക്കൊക്കെ ഇവരുടെ സമ്പാദ്യം വിറ്റിട്ടാണെങ്കിലും കേസിൽ നിന്ന് ഒഴിവായി അല്ലെങ്കിൽ അത് തരണം ചെയ്ത് പോകാൻ പറ്റും. അത് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്തത് എന്താണെന്നാണ് ഇതിന് വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ കൃത്യമായിട്ട് മനസ്സിലാവാനുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടാവണം ഒരു വശം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, ഒരു ഞെട്ടലോട് കൂടിയാണ് കേരളം ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. സാധാരണ ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യവസായിയിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഹലോ, നമസ്കാരം. കിരൺ. നമസ്കാരം. എന്തായാലും ഭയങ്കര ഒരു ഒരു ഭാഗമാണ് ശരി. ഞെട്ടലോട് കൂടി കേട്ടു എന്നുള്ള ഒരു ഭാഗം വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രയോഗമായിരുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമായിരുന്നു. എന്തായാലും സത്യം ഉൾക്കൊണ്ടേ മതിയാവൂ. എങ്ങനെ മരിച്ചു, എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ളത് വേണ്ടി മാത്രമാണ് പുറത്തു വരാനുള്ളത്. അല്ലാണ്ട് ഇപ്പൊ ഒരു റെയ്ഡിനെ ഭയന്നിട്ടൊന്നും പുള്ളി ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് മനസ്സിൽ തോന്നുന്നില്ല. ഭയങ്കര എനർജറ്റിക് ആൻഡ് എന്താ പറയാ, ഒരു അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു എല്ലാത്തിലും. പിന്നെ ഇപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു റെയ്ഡ് വന്നപ്പോഴേക്ക് ഒരു പേപ്പർ കാണിക്കാനോ ഫയൽ എടുക്കാനോ പോയിട്ട് പോയം ബാങ്കിലേക്ക് വെടിവെക്കാന്നൊക്കെ പറയില്ല, നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞില്ല. പോയം ബാങ്കിൽ വെടിവെക്കാതെ റൈറ്റ് സൈഡിൽ നിന്ന് വെടിവെച്ചിട്ട് കറക്റ്റായിട്ട് ഹൃദയഭാഗത്തേക്ക് അടിച്ച് വെടിവെച്ചിരിക്കുകയാണ്, സെൽഫാണ് എന്നൊക്കെയാണ് പറയണത്. എന്തായാലും സത്യം പുറത്തു വരട്ടേക്കിടെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടിയും ഞെട്ടലോടും കൂടി തന്നെയാണ് ഈ വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് വളരെയധികം ഇതായിട്ട് ഉയർച്ചയിലേക്ക് കയറിയൊരു ആളാണ്. അതുകൊണ്ട് അതിന് അസൂയാലുക്കൾ ആരെങ്കിലും എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടോ, എന്താ വിഷയം എന്നുള്ളത് നമ്മൾ എന്തായാലും സത്യം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മള് ഇപ്പൊ കൂടെ ബിഗ് ബോസില് 2ാം സ്ഥാനം നേടിയ ആളെ വിളിച്ച് ആദരിക്കലും ഭയങ്കരമായിരുന്നു. അത് ഈ ഭയങ്കര സീനായിരുന്നു. അത് ചുവന്ന ഷർട്ടിന്റെ മൂപ്പര യാദൃശ്ചികമായിട്ട് വന്നിരുന്ന് പുള്ളി കൊണ്ടുവന്ന ബൊക്കയും ചോപ്പ് കളറായിരുന്നു. ആ ഷർട്ടിന് മാച്ചായിട്ടുള്ള ബൊക്ക, ഓക്കെ സന്തോഷമല്ലേ, 10 lakhs ഒരു ചെക്ക് കൊടുത്ത് ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് അത് അതിന്റെ സ്പോൺസർ തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും ആളൊരു എല്ലാത്തിലും കറപ്ഷൻ ഇല്ലാത്ത ഒരാളായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും സത്യം പുറത്തു വരട്ടെ കിരണേ. ശരി, ഓക്കെ. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. രാജനാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ സമീപിക്കുന്നത്? ശ്രീ രാജൻ, കേൾക്കാമോ? നമസ്കാരം, പറഞ്ഞോളൂ. ഇതിപ്പോ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പകാലം തൊട്ട് കേട്ടൊരു സംഗതിയാണ്. നല്ലൊരു പ്രവർത്തനമാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയൊക്കെയാണ്. പക്ഷെ ഇവിടെ വിഡ്ഢിത്തം പറ്റിയത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അന്വേഷണ സംഘത്തിനാണ്. കാരണം ഒരു ഓഫീസോ ഒരു സ്ഥാപനമോ റെയ്ഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനെ വേറൊരു സൈഡിലേക്ക് വിടാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൊബൈൽ പിടിച്ചു വെക്കുക, ശരീരത്ത് എവിടെയെങ്കിലും വല്ല ആയുധങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാതെ ഈ ജാതി വിഡ്ഢികളാണ് റെയ്ഡിന് പോകുന്നത്. സംഗതി അദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഈ ചെക്കിങ് നടക്കുമ്പോ ഈ വ്യക്തി റോയിയെ ശരീരത്തിൽ മൊത്തം ചെക്ക് ചെയ്ത് വല്ല ആയുധങ്ങളുണ്ടോ നോക്കണ്ടേ? അപ്പൊ ഇയാളുടെ മാനസികാവസ്ഥ എന്താ? അപ്പൊ ഈ ചെക്ക് ചെയ്യാൻ പോയതിലാണ് ഏറ്റവും വലിയ തെറ്റ്. അത് അവർക്കെതിരെ നടപടി എടുക്കണം. കോടതിയൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വേണ്ട നടപടിയായിട്ട് മുന്നോട്ട് പോകണം. ഇത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെന്നുള്ള നിലപാടിലും ചങ്കൂറ്റത്തിലും ഇപ്പൊ സാബു ജേക്കബിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ട്രാക്ക്, അതാണ് ഇതിന്റെ. പിന്നെ നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയില്ല. ആ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ശരി, അങ്ങനെ ചില സംശയങ്ങൾ കൂടി പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു റെയ്ഡ് നടന്ന, ഇനി ആ റെയ്ഡ് ഏത് തരത്തിൽ നടന്ന റെയ്ഡാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഉണ്ട്. റെയ്ഡ് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ ആരൊക്കെയാണോ ജീവനക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ ഉടമയൊക്കെ ഉള്ളത് അവരെയൊക്കെ ശരീര പരിശോധന നടത്തുകയും അവർ ആയുധങ്ങളിലൊന്നും അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് സഹായിക്കുന്ന മറ്റേതെങ്കിലും മരുന്നോ ഒന്നും അവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അവർ ആയുധമാക്കാൻ സാധ്യതയുള്ള ഉപകരണങ്ങൾ അടുത്തില്ല, ഇതൊക്കെ ഉറപ്പാക്കി അവരെ ഒരു പ്രത്യേക സ്ഥാനത്ത് സുരക്ഷിതമായി ഇരുത്തിയിട്ടൊക്കെയാണ് സാധാരണ റെയ്ഡ് നടക്കുന്നത്. അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി നിൽക്കുമ്പോഴും പൂർണ്ണമായും അവരേതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പലതരത്തിൽ പ്രതികരിക്കാം. അത്തരമൊരു സമ്മർദ്ദാവസ്ഥയിൽ ഈ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ വളരെ രീതിയിൽ
അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ശ്രീ സനൽ ആണ്, ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സനൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായ, നമ്മളിപ്പോൾ പുറത്തു വന്നല്ല അതിനപ്പുറത്തെ മറ്റെന്തെങ്കിലും ഒരു കാരണം ഈ മരണത്തിന് പിന്നിൽ ഉണ്ടാവുമോ? സാർ, ഈ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ കടുത്ത സമ്മർദ്ദം നേരിട്ട് കാണും. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിഷയമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. നേരത്തെ നമ്മുടെ സാറ് ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ച പോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥർ ഒരിടത്ത് പരിശോധിക്കാൻ വരുമ്പോൾ അവരാണ് ഞങ്ങളുടെ മുകളിൽ വലിയ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ പല ഉദ്യോഗസ്ഥന്മാരും വെച്ചു പുലർത്തുന്നുണ്ട്. അത് നമ്മുടെ വിജിലൻസിൽ പോലും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുന്നത്. അതിപ്പോഴും എല്ലായിടത്തും തന്നെ ഉണ്ട്. പിന്നെ മറ്റു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കേന്ദ്ര ഏജൻസികളെ ഭരണകൂടങ്ങൾ അവരുടെ താല്പര്യത്തിന് വിനിയോഗിക്കുന്ന കാലത്തോളം അവരുടെ താല്പര്യങ്ങൾ നിൽക്കാത്തവരെല്ലാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ടാക്സുകൾ നടക്കാറുണ്ട്. ഇത്രയും പല പ്രാവശ്യമാണ് നമ്മുടെ ഇവിടെ രാജ്യത്ത് പല റെയ്ഡുകൾ നടത്തിയെങ്കിലും ഇന്ന് വരെ കേസ് എടുത്തത് പോലും ഒരു കേസും, ആ കേസ് എടുത്തവരൊക്കെ ഇന്ന് രാഷ്ട്രീയം മാറി അവര് ഭരണകൂടത്തിന്റെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അവരുടെ കേസ് ഇല്ലാതായ ചരിത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം, അത് വ്യക്തിപരമായല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, സാബു എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു വലിയ മുതലാളി, അദ്ദേഹം ഇത്രയും നാള് ജനങ്ങളുടെ കൂടെയാണ്, ഞാൻ അവരുടെ കൂടെ കിടന്നുറങ്ങുകയാണ്, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്ന് പറയുന്നത് വിഷയം അതല്ല തൽക്കാലം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മാറാം. നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ ബിനോയിയാണ് കൊല്ലത്ത് നിന്നും. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. CJ റോയിയുടെ മരണത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ പല ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളും CPM-ഉം കോൺഗ്രസും ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ബിനോയ്ക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? നമസ്കാരം കിരൺ. നമസ്കാരം. ആദ്യമായി CJ റോയിക്ക് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ഞാൻ തുടങ്ങുന്നത്. ഞങ്ങളെല്ലാവരും ഈ വ്യാപാരി വ്യവസായി സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഈ മരണം താങ്കൾ പറഞ്ഞതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. CJ റോയിയെ നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു മൂത്ത ബ്രദറും ഞങ്ങളുമൊക്കെ ബിൽഡർമാരാണ്, അറിയപ്പെടുന്ന ബിൽഡർമാരാണ്. പക്ഷെ എന്തിനിത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തണോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറ്റപ്പെടുത്തണോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളുടെ നാട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരായാലും അവര് സമൂഹത്തിനോട്, വ്യാപാരികളോടും വ്യവസായികളോടും നീതി കാണിക്കണം. ഈ രാജ്യത്ത് വ്യാപാരികളും വ്യവസായികളുമാണ് ഈ രാജ്യം പിടിച്ചു നിർത്തി ഞങ്ങൾ ടാക്സും അവർക്ക് അധിക ടാക്സും എല്ലാം അടയ്ക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിനോട് തിരിച്ച് ഇൻകം ടാക്സ് ആ രീതിയിൽ നീതി കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ച് നാളിതുവരെ അങ്ങനെ വേറെ ഒരു അഭിപ്രായമൊന്നുമില്ല. ചിലപ്പോൾ ടാക്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അടയ്ക്കാൻ കാണും. ശ്രീ ബിനോയ്, അങ്ങനെയൊക്കെ ഒരു ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് ഉണ്ടായി. ഈ റെയ്ഡ് ഇപ്പോൾ പെടുന്നതിനെ ഉണ്ടായ റെയ്ഡ് അല്ല, അതിന് മുമ്പ് നടന്ന റെയ്ഡുകളുടെ ഒരു തുടർച്ച മാത്രമാണ്. അദ്ദേഹം അതിനെതിരെ കോടതിയിൽ പോയി. അപ്പോൾ കോടതി അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. റെയ്ഡ് തുടരട്ടെ എന്ന് പറഞ്ഞ് പരിശോധനകൾ തുടരാം, അതിനോട് സഹകരിക്കണം നിർദ്ദേശിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുന്നു. ഇപ്പോൾ ആർക്കായാലും അറിയാം, ഒരാൾക്ക് റെയ്ഡ് നടക്കുമെന്ന് എവിടെ നിന്നെങ്കിലും വല്ല സൂചനയും കിട്ടിയാൽ തന്നെ ഈ ഓഫീസിൽ നിന്ന് റെയ്ഡിൽ പിടിച്ചെടുത്താൽ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുന്ന സർവ്വരേഖകൾ മാറ്റിയൊക്കെ ഏത് മനുഷ്യരായാലും വെക്കും. എന്നുവെച്ചാൽ അതിൽ ഏതെങ്കിലും മാറ്റം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അത്രത്തോളം എല്ലാം പക്ക, അല്ലെങ്കിൽ ഒരു തരത്തിൽ പക്ക പെർഫെക്റ്റ് ആയ ഒരാളായിരിക്കണം, ആയിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു റെയ്ഡ് നടത്തിയതിന്റെ പേരിൽ പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടായി ഒരാൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാനൊരു പ്രയാസമില്ലേ? 100% അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അതിനകത്ത് ഞാൻ കരുതുന്നു ഈ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിനെ വരട്ടെയോ മറ്റു വല്ലതും ചെയ്തോ എന്നൊന്ന് അന്വേഷിക്കണം. ഞാനിപ്പോൾ ഉദ്യോഗസ്ഥരെയും കുറ്റം പറയുന്നില്ല. കാരണം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥര്, ഇതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ ഹാർഡായി സംസാരിക്കാറുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഈ റോയ് ചേട്ടനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല. കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ്. ഇനി ഗവൺമെന്റ് പിഴ ഇട്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന ആളാണ്. ഇപ്പോഴും റോയ് ചേട്ടനെ കുറ്റപ്പെടുത്തില്ല. നമ്മളെല്ലാവരും കച്ചവടം ചെയ്യുന്ന ആളാണ്. നമ്മളൊക്കെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കച്ചവടം ചെയ്യാൻ ശ്രമിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സനീഷാണ് നാദാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സനീഷ്,
താങ്കൾ എങ്ങനെയാണ് ഈ അസാധാരണമായ മരണത്തെ, ആ മരണത്തിന് പിന്നിലുള്ള സംശയങ്ങളെയൊക്കെ കാണുന്നത്? ഹലോ സാർ, നമസ്കാരം. പറഞ്ഞു. ആദ്യം തന്നെ സാറിന്റെ മരണത്തിൽ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നു. വലിയ ഒരു ആഘാതം തന്നെയാണ് എന്റെ മനസ്സിലുള്ളത്. ഇന്നലെ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ടിവിയുടെ മുന്നിൽ തന്നെയായിരുന്നു ഞാൻ. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ലെങ്കിലും ടി വി ചാനലിന്റെ കൂടെ ഒരുപാട് തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അയാളുടെ ചാനൽ ചർച്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും കഷ്ടപ്പാടിന് ചെറിയ ഒരു പ്രായത്തിൽ തന്നെ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം ഇങ്ങനെ ക്രൂരമായി ഒരു വേട്ടയാടൽ നടത്താൻ എന്താണ് ഇവരെ കാരണം എന്ന് എനിക്ക് വ്യക്തമല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരു 1500 രൂപ അക്കൗണ്ടിലുള്ള ആളെ പോലും വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് ഐടിയും ഇഡിയും മാറി എന്നതിന് തെളിവാണ് നമ്മുടെ ഈ കേന്ദ്ര ഏജൻസി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ തടയിടാൻ നമ്മുടെ ഗവൺമെന്റിന്, അത് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോഴാണ് ഇവർക്കൊക്കെ ഈ ബുദ്ധി വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിയും സനീഷാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിലെ ഒരു വ്യവസായി, കേരളത്തിന് തന്നെ അഭിമാനമായ ഒരു വ്യവസായി, ഇന്നലെ അവസാനത്തെ പ്രവൃത്തി ഒഴികെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഏത് പുതിയ വ്യവസായ മേഖലയിലേക്ക് വരാൻ പോകുന്ന ഒരാളും പാഠമായിരിക്കാൻ കഴിയുന്ന ഒരു ജീവിതം തന്നെയായിരുന്നു. പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അസാധാരണ പ്രതിസന്ധികളുണ്ടായി, പല ബിൽഡിങ്ങുകളും നിന്നു പോകുന്ന അവസ്ഥ വന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും വിശ്വാസം നേടി വളർന്നു വന്ന ഒരാളാണ്. ഈ മരണത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. ഞാനൊരു പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്ത ആളാണ്. ഒരു ദിവസം ഒരു 3-4 ഉദ്യോഗസ്ഥര് എന്റെ മുറിയിൽ കയറി വന്നിട്ട് പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനം, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. അപ്പോ ഒരു ദിവസം ഒരു 3-4 ഉദ്യോഗസ്ഥരുടെ മുറി കയറി വന്നിട്ട് അവർ സ്വയം പരിചയപ്പെടുത്തി, വി ആർ ഫ്രം CBI, ഞങ്ങൾ CBIയിൽ നിന്നാണെന്ന്. അതുവരെ CBIക്കാരെ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അവര് വന്നത് ഒരു കള്ളപ്പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാ, ഒരു അടിസ്ഥാനമില്ലാത്ത പരാതി. അവരെന്നിട്ട് ഒരു 5-6 മണിക്കൂർ എന്നെ എന്റെ മുറിയിൽ വെച്ച് തന്നെ ഏതാണ്ട് ഒരു ഗ്രില്ല് ചെയ്തെന്ന് പറയാം. എന്നിട്ട് കുറച്ച് എന്റെ ഫയലെല്ലാം കൊണ്ടുപോയി, എനിക്ക് രേഖയൊക്കെ തന്നു ഫയൽ കൊണ്ടുപോകുന്നതായിട്ട്. 5-6 മാസം അവരെന്നെ അങ്ങനെ ടെൻഷനിലാക്കി. അവസാനം ഒരു കാര്യമില്ലെന്ന് കണ്ടപ്പോൾ അവരെനിക്ക് ഫയൽ തിരിച്ചു തരികയും പിന്നീട് അവരുമായിട്ട് സൗഹൃദമാവുകയും ചെയ്തു. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് പലർക്കും റെയ്ഡ് ചെയ്യാൻ പോകുമ്പോൾ എന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് പോയി എന്റെ അനുവാദത്തോടെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നതെന്ന്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളുമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ കള്ളപ്പരാതി ഉണ്ടെങ്കിലും അന്വേഷണം വരും. അതാണ് അതിന്റെ ഒരു കാര്യം. ഇപ്പൊ നമ്മൾക്ക് നോക്ക്, നമ്മുടെ മുൻകാല അനുഭവം എന്ന് പറഞ്ഞാല് 1995 ഇന്ത്യയിലെ 2 വൻ ബിസിനസ്സുകാരെയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. ഒന്ന് രാജൻ പിള്ള എന്ന് പറയുന്ന ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ബാരൻ എന്ന് പറയുന്ന ആള്, ഓർക്കുന്നുണ്ടാവുമോ? അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് എയർവേസ് തുടങ്ങിയ അബ്ദുൾ വഹാബ്, രണ്ടുപേരെ ഇല്ലാതാക്കി കളഞ്ഞു. എന്തോ അബ്ദുൾ വഹാബ് തഖിയുദ്ദീൻ അല്ലേ? അത് തന്നെ, രണ്ടുപേരെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? 7 737 ബോയിങ് വിമാനമാണ് അദ്ദേഹം പിന്നെ ഇന്ത്യയിൽ പറപ്പിക്കാൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചത്. നമ്മുടെ ഇത് സ്വകാര്യവൽക്കരണത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഗവൺമെന്റ് പോളിസി മാറിയപ്പോ എത്ര നിമിഷ നേരം കൊണ്ടല്ലേ ഈ 2 പേര് ഇല്ലാതായത്? ശത്രുക്കൾ ഇഷ്ടംപോലെയുണ്ട് മലയാളികളായ ബിസിനസ്സുകാർക്ക്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് നടന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അത്രയ്ക്കും നമ്മൾ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഈ പറയുന്ന റോയി എന്ന് പറയുന്ന ആള് ഒരു നല്ല മനുഷ്യനാണെന്ന് വിളിച്ചവരെല്ലാം പറയുന്നു, അനുഭവസ്ഥര് പറയുന്നു, ചാനലുകാർ പറയുന്നു. ഇങ്ങനെയുള്ള ഒരാളില് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥര് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ അവിടെ വരികയും ഇദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ ദോഷം വരാൻ പോകുന്നു എന്ന് പറയുകയും കൊടുത്തതിന്റെ സൂചന അനുസരിച്ചാണ് അദ്ദേഹം അപ്പൊ തന്നെ ഒരു മുറി കയറി ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം ഇടപെടുകയും നന്നായിട്ട് ഇടപെടുകയും അത് ഒരു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന രീതി ഉണ്ടാവുകയും വേണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ പ്രതികരിക്കാത്തത് നമ്മുടെ ഭരണകക്ഷിക്കാരായ BJP നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതും ഒരു പ്രധാന പോയിന്റാണ്. അതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഇതിൽ ദുരൂഹതയുണ്ട്. കോടതി നിരീക്ഷണത്തിൽ തന്നെ നല്ല ഏജൻസി, CBIയോ അതുപോലെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കണം. കർണാടക പോലീസിന് അന്വേഷണത്തിൽ നിൽക്കുന്ന കാര്യമല്ല, അത്രയ്ക്ക് സീരിയസ് ആണ് വിഷയം. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഈ ശക്തമായ രീതിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും
നിങ്ങൾ ചാനലുകാരും പോകണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഡിൽജോ ആണ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡിൽജോ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു മരണം? ഇപ്പോൾ കൃഷ്ണൻകുട്ടി മണിയൂരൊക്കെ പറഞ്ഞത് മലയാളികളായ വ്യവസായികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട മരണമാണ് ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ ഏതെങ്കിലും ഒരു സംശയം താങ്കൾക്കുണ്ടോ? ആദ്യമായിട്ട് നമ്മുടെ റോയ് ചേട്ടന്റെ മരണത്തിന് അധികമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മീഡിയയ്ക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മൈനോറിറ്റി ബിസിനസ്മാനെയാണ് കുറച്ച് നാളുകളായിട്ട് ശക്തമായിട്ട് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ മുഴുവനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇതിന്റെ പുറകിൽ അങ്ങനെ ഒരു കാര്യം നമുക്കറിയാം. എന്നുള്ളതും ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അറിയാം. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും അടുത്തത് KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾ ഒരു മിനിറ്റ് ക്ഷമിക്കാതെ, നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. വൈ BJP നോട്ട് റേസിംഗ് ദി വോയിസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് പ്രതികരിക്കുന്ന എല്ലാവരും എന്ന് ദിനേശ് VK പറയുന്നു. എങ്കിൽ കഥ അറിയുന്ന ദിനേശ്, താങ്കൾക്ക് വിളിച്ച് താങ്കളുടെ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിടാം, ഞാൻ വായിക്കാം. ആളുകളൊക്കെ താങ്കളെപ്പോലെ എല്ലാം അറിയുന്ന ആളുകൾ ആണ് എന്നൊന്നും പ്രതീക്ഷിക്കാൻ ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തിൽ ഞങ്ങൾ നിൽക്കുന്നതും ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ. ഇതൊക്കെ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടതാണ്. അപ്പോൾ താങ്കൾക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ കുറേ കൂടി മാന്യമായ രീതിയിൽ സംസാരിക്കാം. റെയ്ഡിന് മുമ്പായി അദ്ദേഹത്തിന് ദേഹപരിശോധന നടത്തേണ്ടതല്ലേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. മോൻസക്ക് പറയുന്നു, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോർപ്പറേറ്റ് ഓഫീസുകൾ പോയി എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം. സാമാന്യ വിവരം പോലും ഇല്ലാത്തവരാണ് ഉദ്യോഗസ്ഥർ. ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും തട്ടിപ്പുകാരല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയൊന്നുമല്ല ശ്രീ മോൻസക്ക്, അങ്ങനെയുള്ളവരും ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട്, തട്ടിപ്പ് കാണിക്കുന്ന ആളുകളും കോർപ്പറേറ്റുകൾക്കിടയിലുണ്ട്. അതെല്ലാം 2 ഇടയിലുണ്ട്. ആരും ഒന്ന് അടച്ചാക്ഷേപിക്കുന്നതിലോ അല്ലെങ്കിൽ ആ വിഭാഗം മുഴുവൻ നല്ലതാണെന്ന് പറയുന്നതിലോ ഒന്നും കാര്യമില്ല. എല്ലായിടത്തും മോശക്കാരും നല്ല ആളുകളുമൊക്കെ ഉണ്ട്. BJP നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല, സംശയം ജനിപ്പിക്കുമെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. മോഹൻ പറയുന്നു, മോദി എന്നും ബാംഗ്ലൂരിൽ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ തലയിലായനെ എന്ന് പറയുന്നു. മോഹൻ്റെ അഭിപ്രായം. മോൻസക് പറയുന്നു, ബാംഗ്ലൂരിൽ പറഞ്ഞു കേൾക്കുന്നത് മാഫിയയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ഏജൻസികൾ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഷാം ഫവാസ്, ന്യൂസ് റിപ്പോർട്ട് എന്ത് തേങ്ങയാണ് പറയുന്ന എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഒന്നുകിൽ മലയാളത്തിൽ എഴുതൂ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതൂ. റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ BJP അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകിയിരുന്നെങ്കിൽ IT വന്ന വഴി പോയേനെ. സാബു ചെയ്ത പോലെ തൻ്റെ വ്യക്തിത്വം കളയാതെ മരണത്തിന് കീഴടങ്ങിയ ധീരന് ആദരാഞ്ജലികൾ എന്നൊക്കെയാണ് സനൽകുമാറിൻ്റെ അഭിപ്രായം. ഷിംജിതയ്ക്ക് പണി കിട്ടിയതുപോലെ പല ഉദ്യോഗസ്ഥർക്കും പണി കിട്ടുമെന്ന് എക്വാറസ് പറയുന്നു. ഷാജി ഭാസ്കർ പറയുന്നു, തക്യുദ്ദീൻ വാഹിദ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറയുന്നത്, നേരത്തെ തക്യുദ്ദീൻ വാഹിദിൻ്റെ കൊലപാതകവും മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം എഴുതിയാന്ന് തോന്നുന്നു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം ശബരിമല ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അനുഭവം നാം കാണുന്നില്ലേ എന്ന് സദാശിവൻ നായർ ചോദിക്കുന്നു. എന്തുകൊണ്ട് നാട്ടിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ ബിസിനസ് നടത്താനോ താല്പര്യമില്ലാത്തത് ഇതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്തായാലും ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, താങ്കൾക്ക് പറയാം. ഹലോ, ഞാൻ ചോദിക്കട്ടെ, ഈ CJ റോയിയെ പോലെ ഇന്നലെ കേട്ട സമയത്തെ പോലെ നമുക്ക് വിഷമമായി പോയി. ഇപ്പോഴും ആ വിഷമം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തകട്ടി വരുവാണ്. കാര്യം ഇത്രയും ഇതായിട്ടുള്ള ഒരു വ്യക്തി എന്തിനിങ്ങനെ എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാര്യം ഒരു ഇൻകം ടാക്സ് റെയ്ഡ്, ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് സാധാരണമല്ലേ. ഇപ്പൊ ഗോകുലം ഗ്രൂപ്പിന്റെ ചെന്നൈയിലെ ഓഫീസിലും എറണാകുളത്തെ ഓഫീസിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ അടുപ്പിച്ച് റെയ്ഡ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തെങ്കിലും ഇവരെല്ലാം വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരാണ്. അപ്പൊ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പൈസ അടച്ചാൽ തീരാവുന്നതെല്ലാം ഉള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെ ഒരു കടുങ്കൈ ഇദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് ഈ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ശരിക്ക് അന്വേഷിച്ച് ഇതിന്റെ ദുരൂഹതകൾ അകറ്റി എടുത്തെങ്കിലേ നടക്കത്തുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ പോലെ ഒരു വലിയ നിലയിലുള്ള ഒരു വ്യക്തി മേളത്തറ റൂമിൽ പോയി ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞാണല്ലോ ഇദ്ദേഹം അങ്ങോട്ട് പോയത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കും എന്ന് അവരും ചിന്തിച്ചു കാണത്തില്ല, അവരും ഞെട്ടിപ്പോയി കാണും. പക്ഷെ എന്തുകൊണ്ട് ചെയ്ത്, ഇദ്ദേഹത്തിന് ആരും അറിയാത്ത മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും ഇപ്പൊ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കാര്യം എന്തായാലും വളരെ കഷ്ടമായി പോയി. അറിഞ്ഞ സമയം മുതലേ നമുക്ക് ഭയങ്കര വിഷമമായി പോയി. ഇതിന്റെ ദുരൂഹത മാറ്റണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയ്ഡ് സർവ്വസാധാരണമല്ലേ, ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് വരുന്നത്. അപ്പൊ പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാശടത്തി കഴിഞ്ഞാൽ, കണക്കിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ കാശടത്തി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ള, അദ്ദേഹത്തിന് അതിനുള്ള ആസ്തിയും ഉണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഉദ്യോഗസ്ഥരെ അടക്കെ കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കേണ്ടതാണ്. അതാണ് അതിന്റെ എനിക്ക് പറയാനുള്ളത്. അതെല്ലാമാണ് പരിശോധിക്കേണ്ടതാണ്. സിൻസാർ മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സിൻസാർ, മലപ്പുറത്ത് എവിടെയാണ് താങ്കൾ? മലപ്പുറം കരുവാരക്കുണ്ട്. കരുവാക്കുണ്ടാണ്. ഓക്കെ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിദേശത്ത് പോയി 2 ബിസിനസ് ചെയ്യുന്ന ആളാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മളെ കൗത്തില് കെണിയാകുന്ന രീതിയിലാണ്. ഇവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ല. അപ്പൊ നല്ല കെയർഫുൾ ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരുപാട് വട്ടം ചിരിച്ചൊരു കാര്യമാണ്, ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ വൈറ്റ് പെയിന്റ് അടിക്കണം. ഒന്നിനും ഒരു സിസ്റ്റം ഇല്ലാത്തൊരു നാടാണ് സത്യം പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു 2050 കുറച്ചും കൂടി വെളിച്ചം വെക്കും നമ്മുടെ നാട്ടിൽ. അന്നൊക്കെ വിദേശത്ത് പോയിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ചിട്ട് അന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യായിരിക്കും ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുഴിച്ചിട്ട് നമ്മള് ഒരു 10 ജോലി കൊടുക്കാൻ കരുതിയിട്ടായിരിക്കും ബിസിനസ് തുടങ്ങുക. ലാസ്റ്റ് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും സിറ്റുവേഷൻ കൊണ്ട്. അപ്പൊ ഇനി ആരും വല്ലാതെ ബുദ്ധിമുട്ടരുത്. കാരണം ഇതിന്റെ പ്രയാസത്തെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ ഈ പല നാടുകളൊക്കെ സന്ദർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിരന്തര യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഒരാൾ എന്ന നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ ഒരു ഉദ്യോഗസ്ഥർ വന്നു, റെയ്ഡ് നടത്തി, അതിൽ മനസ്സുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ അത്? എന്റെ അഭിപ്രായത്തിൽ ഞാൻ കേട്ടത് പറയാണ്, ബാംഗ്ലൂരിൽ നിന്നുള്ള ചില ന്യൂസുകൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ് സാറേ. 500 കോടി പാർട്ടി ഫണ്ട് ചോദിച്ചു, പുള്ളി കൊടുക്കാൻ തയ്യാറായില്ല. കൊടുക്കാത്തതിനെ തുടർന്നാണ് ഈ റെയ്ഡ് വന്നത്. റെയ്ഡ് വന്ന് 3 ദിവസം പുള്ളിയെ ഇരുത്തി വിഷമിപ്പിക്കുകയായിരുന്നു. കണ്ടമാനം അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനം പുള്ളിയെ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. എന്താണ് എവിടുന്നാണ് ഈ പൈസ എന്നൊക്കെ ചോദിച്ച് വല്ലാതെ ഉപദ്രവിച്ചു എന്നാണ് അവിടുന്നുള്ള ന്യൂസ് കേൾക്കുന്നത്. ഞാൻ പുറത്തുനിന്ന് കേട്ട ന്യൂസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സാറ് പറഞ്ഞു നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി അറിയില്ല ശ്രീരാജൻ. അപ്പോൾ ആധികാരികമായി അറിയാതെ അത്ര കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറഞ്ഞത്. ശരി, ഓക്കെ. ശ്രീ പ്രദീപാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? എനിക്ക് പുള്ളിയെ ഏറ്റവും ബഹുമാനമുള്ളതും ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് പുള്ളി 1,000 കോടി രൂപ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ കൂടെ നമ്മുടെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാശിന്റെ കണക്ക് പുള്ളി അവിടെ കൊണ്ട് കാണിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പടം എടുത്തിട്ടുണ്ട് പുള്ളി. ആരെയും പുള്ളി അനുഭവിച്ചു പോലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല സിനിമാടന്മാര്. ഉണ്ടോ സാറേ? എങ്ങനെയാണ്? ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ സിനിമാടന്മാരായാലും അനുഭവിച്ചിട്ടുണ്ടോ പുള്ളിയെ? അനുഭവിച്ചിട്ടുണ്ട്. കോടി രൂപ പുള്ളി വാങ്ങിച്ചത്. ഇവരെല്ലാം അങ്ങോട്ടും പൈസ തന്നിട്ടുണ്ട്. പക്ഷെ ഈ പൈസയുടെ എല്ലാം തെളിവ് എവിടെയാ സാറേ? പുള്ളി എവിടുന്ന് കൊടുക്കും? ഈ ബിസിനസ് ഉള്ളവരുടെ എല്ലാം പൈസ കൊണ്ട് ചാടിക്കുന്ന ആൾക്കാർ ഇങ്ങനെയാണ്. ലാസ്റ്റ് ഇവനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും. ശ്രീ പ്രദീപ്, അതൊക്കെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നിയമപരമായി കൊടുക്കേണ്ട ശരിയാണ്. നിയമപരമായിട്ട് കൊടുക്കില്ലെങ്കിലും പുള്ളിയുടെ കൊടുക്കുന്നു, വെളുപ്പിക്കും കൊടുക്കുന്നു. പക്ഷെ പുള്ളി ബിസിനസ്സുകാരനല്ലേ? നമുക്കറിയില്ല ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച്, തെളിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പ്രദീപ് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ശ്രീ സുരേന്ദ്രൻ പിള്ളയാണ് പത്തനാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേന്ദ്രൻ പിള്ള, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിനെ സംബന്ധിച്ച് പറയുമ്പോഴേ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഉള്ള എല്ലാ കഴിവുള്ള ഒരു മനുഷ്യന്. പക്ഷെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. ദുരൂഹത കഴിഞ്ഞ ദിവസം ഈ നമ്മൾ 1-2 ചാനലുകളൊക്കെ നോക്കിയപ്പോൾ ചില ചാനലിൽ മാത്രമേ ഈ വാർത്ത വളരെ വൈഡായിട്ട് വിടും. ചിലർ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരാരും ഈ പറയുന്ന അനുശോചനം പോലും അറിയിച്ചിട്ടില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അനുശോചനം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം വേണമെന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത് അന്വേഷണം വളരെ വ്യക്തമായി വേണം. കാരണം അവിടെ അദ്ദേഹം തന്നെ തോക്കുകൊണ്ട് വെടിവെച്ചാണ് മരിച്ചതെന്ന് പറയുമ്പോൾ CCTV പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയില്ലേ? CCTVയുടെ വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥന്മാർ, അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അന്നേരത്തെ നിലപാട് എന്തായിരുന്നു, എന്താണ് അവർ അന്വേഷിച്ചതിനെ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം വരണം. കാരണം എന്തോ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് പറയാൻ പറ്റാത്ത കാര്യമോ അല്ലെങ്കിൽ സമൂഹത്തിനോട് പറയാത്ത കാര്യങ്ങളോ എന്തോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് മറുപടി അറിയാൻ പറ്റില്ല. പുള്ളിക്ക് അന്നേരം കണ്ടെത്താൻ കഴിഞ്ഞ ഏക മാർഗം ആത്മഹത്യ ചെയ്യും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പണം ഉണ്ടെങ്കിലും ചില നിർണായക നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യും. ഒന്നും ഇല്ലാതെ വന്നാലും ആത്മഹത്യ. അവിടെ മനസ്സിനകത്തൊരു പ്രശ്നമാണ്.
മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു തരത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചു. വളരെ വിശദമായി കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും അതിനകത്ത് ഇടപെട്ട്, പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ്, കേരളത്തിൽ നിന്ന് ഉള്ള ഒരാളല്ലേ, ഒരു ബിസിനസ്സുകാരനല്ലേ. ഈ അടുത്ത സമയത്ത് നമ്മൾ ഈ 2020 നേതാവ് NDAയിലേക്ക് മാറി എന്നൊരു വാർത്ത വായിച്ചല്ലോ. അന്നേരം പത്രത്തിലെ വാർത്ത വന്നത് EDയും NIA ഒക്കെ ഭയന്നിട്ടാണ് അവരിങ്ങനെ മാറിയതാണെന്ന്. അതായത് അവർക്ക് ഈ അന്വേഷണം നേരിടും. പല വമ്പൻ വ്യവസായികളും ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ EDയെ ഭയപ്പെടുന്നുണ്ട്. EDയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ED വളരെ വിശദമായി അന്വേഷിച്ച് എന്തുണ്ടെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോഴിതിനകത്ത് ദുരൂഹത പലതുണ്ട്. പ്രത്യേകിച്ച് ദുരൂഹതയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നാളെയാണേലും വ്യവസായികള് ഇത്രത്തോളം വമ്പൻ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് അവരെ ക്രൂശിക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളെ അതിന് മുമ്പേ കൈകാര്യം ചെയ്യണം. സുരേന്ദ്രൻപിള്ള, ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു പെട്ടെന്ന് ഇപ്പോൾ പറയുന്ന കാരണം റെയ്ഡ് നടക്കുന്നു, റെയ്ഡിനിടയിൽ അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദമുണ്ടായി, അദ്ദേഹം പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീ ഹാരിസ് ആണ് പാലക്കാട് നിന്ന്. ശ്രീ ഹാരിസ്, താങ്കൾക്ക് പറയാം. അതായത് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അത് ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കത് ദഹിക്കുന്നില്ല. കാരണം ഇത്രയേറെ എന്താ പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഒരു ബിസിനസ് ടൈഫോണാണ് അദ്ദേഹം ഈടിനെ കണ്ട് പേടിച്ചിട്ട് തോക്കെടുക്കുവോ? അത് അവിശ്വസനീയമാണ്, തീർച്ചയായിട്ടും അവിശ്വസനീയമാണ്. അപ്പൊ ഇതിന്റെ ചുരുളെന്തായാലും പുറത്തു വരണം. കാരണം ഇപ്പൊ ഈടിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട്. അപ്പോ അത് ശരിയാണോ തെറ്റാണോ? കാരണം മോശമായ ഒരു സന്ദേശമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കാരണം ഈ റോയ് സാറിനെ പോലെ, ഈ ഡോക്ടർ CG റോയിനെ പോലുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? കാരണം കോടികൾ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ്, ഇല്ലേ? വാട്ടർ X or Y എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്? അത് എന്തായാലും പൊതുജനം അറിയണ്ടേ? പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അറിയണ്ടേ? നമ്മുടെ ഒരു അവകാശമല്ലേ? തീർച്ചയായും അത് അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അങ്ങനെ ഒരു വഴി സ്വീകരിച്ചത് എന്നടക്കം അതിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാരണം എന്താണ് എന്നതൊക്കെ അടക്കം അന്വേഷണത്തിൽ അറിയാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ഇങ്ങനെ സമൂഹത്തിൽ വിജയിച്ച ഒരാൾ അത്യസാധാരണമായ രീതിയിൽ മരണത്തിലേക്ക് നടക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആകാംക്ഷയുണ്ട്, കൗതുകമുണ്ട്, ഭയമുണ്ട്, സത്യം അറിയണമെന്നുള്ള അതിതീവ്രമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സത്യമൊക്കെ നാളെ വെളിപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും യാഥാർത്ഥ്യം കൃത്യമായി അറിയണം എന്ന തരത്തിൽ തന്നെയായിരുന്നു അഭിപ്രായപ്പെട്ടത്. ചിലരെങ്കിലും ഉദ്യോഗസ്ഥർ ആ ഒരു വിഭാഗം മുഴുവൻ പേരെന്നല്ല, ചില ഉദ്യോഗസ്ഥരെങ്കിലും പല വിഭാഗങ്ങളിലെയും റെയ്ഡിനൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ മാന്യമായ രീതിയിൽ വേണം ഏത് പരിശോധന നടത്തേണ്ടത്. അതിന് പോലീസായാലും IT ഉദ്യോഗസ്ഥരായാലും ഇനി EDയുടെ ഉദ്യോഗസ്ഥരായാലും ആരായാലും എവിടെയും പരിശോധന നടത്തുന്നതിന് പരിശോധനയുടേതായ ചില പ്രോട്ടോക്കോളുകൾ എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ പാലിച്ചാണോ പലപ്പോഴും പരിശോധന നടക്കുന്നത്? അങ്ങനെയൊന്നും പാലിച്ചല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കുറേയൊക്കെ നമ്മുടെ നാട്ടുകാർ അങ്ങനെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊന്നും പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷേ ചിലപ്പോൾ ഇത്തരം ഘട്ടത്തിലൊക്കെ അതൊക്കെ ചോദ്യചിഹ്നങ്ങളായി ഉയരുകയും അവർക്ക് നേരെ അടക്കം നടപടികളിലേക്ക് നീങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.